ഒടുവിൽ സംവിധായകൻ രഞ്ജിത്ത് എന്ന വൻമരം നടിയുടെ പരാതിയിൽ കടപുഴകി. ഒടുവിൽ സംവിധായകന് നടിയുടെ പരാതിയിൽ ശരിക്കും പിടിവീണിരിക്കുകയാണ്. 7 വർഷത്തിന് ശേഷമുള്ള രഞ്ജിത്തിന്റെ മടങ്ങിവരവ്, അതും പോലീസ് സിനിമ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒടുവിൽ തിരക്കഥയില്ലാത്ത ട്വിസ്റ്റും അറസ്റ്റും ജാമ്യവും ഇപ്പോഴിതാ കുറ്റപത്രവും. ഏതായാലും മലയാള സിനിമയിലെ ഒരു പ്രമുഖനു കൂടി ഇനി നിയമക്കുരുക്ക് കടുക്കും. നടൻ ദിലീപിന് ശേഷം രഞ്ജിത്തിന്റെ കേസാണ് സിനിമാ മേഖല അടുത്തിടെ കൂടുതൽ ചർച്ച ചെയ്തത്. നീണ്ട 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സജീവമായി മടങ്ങിവരാൻ ഒരുങ്ങവെയാണ് അപ്രതീക്ഷിതമായി പീഡന കേസിൽ അറസ്റ്റിലാകുന്നത്. കൊച്ചിയിലെ പോലീസുകാരുടെ കഥ പറയുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കവേ പോലീസിനാൽ തന്നെ സംവിധായകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2004 പുറത്തിറങ്ങിയ ബ്ലാക്ക് എന്ന ചിത്രത്തിലെ ഐക്കോണിക് കഥാപാത്രം കാരിക്കാമുറി ഷൺമുഖനെ 22 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വെള്ളിത്തിരയിലെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു രഞ്ജിത്ത്. മമ്മൂട്ടി അതിഥിവേഷത്തിലെത്തുന്ന ഈ ചിത്രം കൊച്ചിയിലെ പോലീസുകാരുടെ ജീവിതവും ഔദ്യോഗിക കൃത്യനിർവഹണവും പ്രമേയമാക്കിയുള്ളതാണ്. പ്രകാശ് വർമ്മ കേന്ദ്ര കഥാപാത്രമാവുന്ന ഈ സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിലും കോട്ടയത്തുമായി പുരോഗമിക്കവെയാണ് സംവിധായകൻ പീഡനക്കേസിൽ റിമാൻഡിലാകുന്നത്. 2018 മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ഡ്രാമയ്ക്ക് ശേഷം രഞ്ജിത്ത് ഒരുക്കുന്ന ഫീച്ചർ ഫിലിമായിരുന്നു ഇത്. ഇടക്കാലത്ത് മമ്മൂട്ടിയെ വെച്ച് കടുകണാവ ഒരു യാത്രാക്കുറിപ്പ് എന്ന ലഘു ചിത്രവും മഞ്ജു വാര്യയെ നായികയാക്കി ആരോ എന്ന ഹസ്യചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. എന്നാൽ തിയേറ്ററുകളിലേക്ക് മടങ്ങി വരാനുള്ള രഞ്ജിത്തിന്റെ നീക്കങ്ങൾക്കാണ് കുറ്റപത്രത്തിലൂടെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സിനിമാ സൈറ്റിലെ ആഭ്യന്തര സമിതിയിൽ പരാതിപ്പെട്ടിട്ടും പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് നടി DGPയെയും പ്രത്യേക അന്വേഷണ സംഘത്തെയും സമീപിച്ചത്. മാനഭംഗം, ലൈംഗിക അതിക്രമണം ഉൾപ്പെടെയുള്ള ഗൗരവമായ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ തകർക്കാനുള്ള ശ്രമമാണിതെന്ന് പലപ്പോഴും രഞ്ജിത്ത് പ്രതികരിക്കുമ്പോഴും പഴയ കേസുകളിൽ നിന്ന് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി ആഴ്ചകൾ തികയും മുമ്പേ പുതിയൊരു കേസിൽ ജയിലിലായി എന്നതും സജീവ ചർച്ചയായിരിക്കുകയാണ്. ഏതായാലും ഇപ്പോഴിതാ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമണ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കൊച്ചി സിറ്റിയിലെ വനിതാ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 04/2026 രഞ്ജിത്ത് ബാലകൃഷ്ണൻ എന്ന രഞ്ജിത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. രഞ്ജിത്ത് കുറ്റക്കാരനാണെന്നും തെളിവുകൾ ഉണ്ടെന്നുമാണ് കണ്ടെത്തൽ. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. രഞ്ജിത്തിനെതിരെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയായിരുന്നു പോലീസ് കേസെടുത്തത്. സിനിമയിൽ കൂടുതൽ പ്രാധാന്യമുള്ള റോൾ നൽകാമെന്ന് പറഞ്ഞ് കാരവാനിലേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്ത് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി. കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം നേരത്തെ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചിരുന്നു. സംഭവം നടന്നതായി അഭിനേത്രി ആരോപിച്ച കാരവാൻ പോലീസ് പിടിച്ചെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. നിലവിൽ രഞ്ജിത്ത് ജാമ്യത്തിലാണ്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് രഞ്ജിത്തിന് ജാമ്യം അനുവദിച്ചത്. നടിയുടെ അഭിനയത്തെ സംവിധായകൻ എന്ന നിലയിൽ വിമർശിച്ചതിന്റെ വൈരാഗ്യത്തെ തുടർന്നുള്ള വ്യാജ പരാതിയാണെന്ന് ജാമ്യ ഹർജിയിൽ രഞ്ജിത്തിന്റെ വാദം. സമാനമായ കേസിൽ നേരത്തെയും രഞ്ജിത്ത് പ്രതിയായിരുന്നുവെന്നും സാഹചര്യം അനുകൂലമായതിനാൽ രഞ്ജിത്ത് രക്ഷപ്പെട്ടതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിജു ജോൺ ലൂക്കോസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 2026 മാർച്ച് 31 തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2026 ജനുവരി 30 ഉച്ചയ്ക്ക് 12:30ക്കും 12:45 ഇടയിൽ എറണാകുളത്തെ ഫോർട്ട് കൊച്ചിയിലെ ആസ്പിൻവാൾ ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഒരു കാരവാനിലെ അടച്ചിട്ട വിശ്രമമുറി കിടക്കയിൽ പരാതിക്കാരിക്കെതിരെ പ്രതി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി ക്രിമിനൽ അന്വേഷണത്തിൽ കണ്ടെത്തി. ഭാരതീയ ന്യായ സംഹിത പ്രകാരം കുറ്റപത്രം താഴെ പറയുന്ന കുറ്റകൃത്യങ്ങൾ വിവരിക്കുന്നു. ക്രിമിനൽ ബലപ്രയോഗം സെക്ഷൻ 74 BNS പ്രതി ലൈംഗിക ഉദ്ദേശങ്ങളോടെ പ്രവർത്തിച്ചു, ബലപ്രയോഗം നടത്തി. ശക്തമായി ചെറുത്തുനിൽപ്പും എതിർപ്പുകളും ഉണ്ടായിട്ടും പ്രതി ലൈംഗികാതിക്രമണത്തിന് വിധേയമായി. നിലവിൽ തന്നെ സിനിമാ മേഖലയിൽ നിരവധി ചർച്ചകൾ സജീവമായി നടക്കുന്ന സമയമാണിത്. അമ്മയിലെ രാജിയും നിയമ നടപടികളും സിനിമാ മേഖല എങ്ങോട്ടെന്ന ചോദ്യവും ഏറെ. ഏതായാലും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഉൾപ്പെടെ കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചതായി കുറ്റപത്രത്തിൽ വ്യക്തമാകുന്നു. ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കേസിൽ ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ മുമ്പും കോടതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.